ഹജ്ജിന്റെ ഇമാമത്തോടുകൂടി അവര് പുറകില് മൈതാന മധ്യത്തില് ജമാഅത്ത് നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടാ അവര് ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയതെങ്കില് പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഉത്തുംഗതയിൽ നിൽക്കുമ്പോ സുന്ദരി പെൺകുട്ടികൾ അവരുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ അവര് മുഴുവനെ താടി നീട്ടി വലിച്ചിട്ട് പ്രേമമെന്ന സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂട്ടിയുടെ പുത്രൻ ദുൽഖർ സൽമാൻ താടി വെച്ചപ്പോ ആ ഒരൊറ്റ മഹബത്തിന്റെ പേര് താടി വെച്ചിട്ട് ഇന്ന് വെള്ളിയാഴ്ച മുഴുവന് പള്ളിക്കല കാളിയേക്കാൾ വലിയ താടിയുമായി മുസ്ലിം ചെറുപ്പക്കാരെ വരച്ച് നടക്കുകയാ. ഇന്ന് താടിയില്ലാത്ത ചെറുപ്പക്കാരില്ല. അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടി കണ്ടിട്ടല്ല, അത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ താടി കണ്ടിട്ടല്ല, അത് അസ്ഹാബുൽ ബദരീങ്ങളുടെ താടി കണ്ടിട്ടല്ല, ദുൽഖർ സൽമാന്റെ താടി കണ്ടിട്ട് ഓരോ സിനിമാ താരങ്ങള് താടിയുടെ സ്റ്റൈല് മാറ്റുമ്പോ ആ താടി സുന്നത്തിനേക്കാൾ വലിയ ആഗ്രഹത്തോടെ വെച്ചു കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീയൊക്കെ ന്യൂ ജനറേഷൻ ആരാധിച്ചു കൊണ്ടുപോകുന്ന ക്രിക്കറ്റ് താരങ്ങള് സയ്യിദൻ വരെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമ്പോഴാണ് ക്രിസ്ത്യാനിയായ പാക് ക്രിക്കറ്റ് ടീമിലെ ഏക ക്രൈസ്തവ വംശനായ യൂസുഫ് യോഹന്നാൻ കേൾക്കുക. ആ ഖുർആൻ കേട്ട യൂസുഫ് യോഹന്നയുടെ മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങിയപ്പോ സയ്യിദൻ വരന്റെ മുട്ടുമുച്ചു നിന്ന് ആ ഖുർആനിനെ കൊന്നുകൂടി ഓതി കേൾപ്പിക്കുമോ സയ്യിദൻ വര ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഖുർആനിന്റെ പാരായണം കേട്ട് ക്രൈസ്തവനായ യൂസുഫ് യോഹന്നാൻ അതെല്ലാം വലിച്ചെറിഞ്ഞ് മുഹമ്മദ് യൂസുഫ് എന്ന മുസ്ലിം പേര് സ്വീകരിച്ചു. അദ്ദേഹം ഇന്ന് നീണ്ട താടിയും തടമ്പുമായിട്ട് ക്രിക്കറ്റ് കളത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ ഇന്നലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു കാണിച്ച ചെറുപ്പക്കാരന് വേണ്ടി 5 വഖത്ത് നിസ്കരിച്ച നിസ്കാര തഴമ്പിന്റെ സ്ഥാനത്ത് കുങ്കുമപ്പൊട്ടിട്ടിട്ട് മതം പാറിയ നൂതനദേശം പെണ്ണേ, നീ കാമത്തിന്റെ പേരിലും പ്രേമത്തിന്റെ പേരിലും നിന്റെ ഇസ്ലാമിനെയും സ്വർഗത്തിനെയും വലിച്ചെറിയുമ്പോ ലോകത്തിന്റെ പണക്കൊടുപ്പിന്റെ നടുവ് ഇന്നത്തെ പെണ്ണ് മതം മാറിയത് എങ്ങനെയാ? പർദ്ദയിട്ടിട്ട് നിസ്കാര കുപ്പായം ഇട്ടിട്ട് മുസല്ലയിൽ നീ കൊണ്ടുപോയി സുജൂദ് ചെയ്തിട്ട് തഴമ്പ് വന്ന നെറ്റിയിൽ ഒരൊറ്റ പകലങ്ങട് മാറിയപ്പോ നിസ്കാര തഴമ്പിന്റെ മുഴുവൻ അടയാളമുള്ള നെറ്റിയിൽ കുങ്കുമത്തിന്റെ കസ്തൂരി ബുദ്ധിയ ചെറുപ്പക്കാരി പെണ്ണേ, ദിൽഷാന എന്ന പെണ്ണേ, അന്യമതസ്ഥരുടെ കൂടെ ഇറങ്ങിയോടുന്ന പെണ്ണ്, നിനക്കറിയോ നരകത്തിന്റെ അടയാളം നെറ്റിയിൽ നിന്ന് മായിച്ചുണ്ട്. സയ്യിദൻ വരന്റെ ഖുർആൻ കേട്ടിട്ട് നീണ്ട താടി വളർത്ത് നമസ്കാര തഴമ്പോടെ നടക്കുന്ന യൂസുഫ് യോഹന്നെ, നിനക്കറിയോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ക്രിക്കറ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൈവമെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിന് താടി വളർത്തിയ സുന്നത്തായ വേഷം ധരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്, ഹാഷിം അംല. ഹാഷിം അംല ഇപ്പോഴും ഓരോ കളി നടക്കാൻ ജേഴ്സി ഇടുമ്പോഴും $800 ഓരോ കളിയിലും അയാള് പെടത്തുകയായിട്ട് കെട്ടിവെക്കുകയാ. എന്തിനാണ് ഓരോ മത്സരത്തിന് ഹാഷിം അംല ജേഴ്സി ഇടുമ്പോഴും $500 മധ്യ കമ്പനിക്ക് പെടയെടുക്കുകയാ? കാരണം എന്തറിയോ? ദക്ഷിണാഫ്രിക്കൻ കളിക്കാരുടെ ജേഴ്സിയിൽ മുഴുവനും മദ്യ കമ്പനിയുടെ പരസ്യമാ. മദ്യമല്ലാണ്ട് റസൂല് ഹറാമാക്കി തന്ന വിശുദ്ധമായ ഖുർആൻ ഹറാമാക്കിയ മദ്യത്തിന്റെ ലേബലുള്ള ടീഷർട്ട് ധരിക്കില്ല എന്ന് പറഞ്ഞു ആ മദ്യ കമ്പനിയുടെ പരസ്യം എഴുതിയ ടീഷർട്ട് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേര് ഓരോ മത്സരത്തിനും $500 പെടയടക്കാൻ ഹാഷിം അംലയ്ക്ക് കഴിയുന്നെങ്കിൽ നാരണത്തുട്ടിന് വേണ്ടി ഇസ്ലാമിനെ വലിച്ചെറിയുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഹൈന്ദവ പെണ്ണിനെ വിവാഹം കഴിക്കാൻ, അന്യമതസ്ഥയായ പെണ്ണിനെ വിവാഹം കഴിക്കാൻ മതം മാറുന്ന ചെറുപ്പക്കാരാ, എല്ലാവിധ സുഖ സൗകര്യങ്ങളുടെ നടുവ് അല്ലാഹുവിന്റെ ദീനിനെ മാത്രം ആഗ്രഹിക്കുന്ന ഈ 2020 ക്രിക്കറ്റ് നടക്കുമ്പോൾ പോലും അതിന്റെ പേരിൽ വഖത്ത് നിസ്കാരങ്ങൾ നകലാകുമ്പോ അഫ്ഗാൻ ടീം അംഗങ്ങളും പാകിസ്ഥാൻ ടീം അംഗങ്ങളിലെ മുസ്ലിമീങ്ങളും മുഴുവനും മൈതാന മധ്യത്തിൽ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി ജീവിക്കാനാണ് ജീവിതമെന്ന് പഠിപ്പിച്ചു തരാ. കാലത്തിനൊത്ത് നടക്കാനല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നടക്കാനാണെന്ന് തീരുമാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാനതിന്റെ പരിഹാരമാർഗം പറഞ്ഞു തരികയാ. വെറുതെ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കാം.
പക്ഷേ ഉത്തുലുബ് മതാബന് ബിന്നദാമതി മുഖിലിആ വബിഅസ്മി തർകി ദംബി ഫീമസ്തഖബലാ. ചെയ്തുപോയ തെറ്റുകൾ അല്ലാഹുവിനോട് തുറന്നു പറഞ്ഞിട്ട് നിന്റെ ദീനിന്റെ വെളിച്ചത്തിലേക്ക് തിരിച്ചു നടക്കണം. കാരണം ഇനി ലോകം അവസാനിക്കാൻ ഏറെ നാളുകളില്ല. ആരോഗ്യത്തോടെ നിന്നവരൊക്കെ ഒരു പൊടുന്നന് ഒരു ദിവസം കൊണ്ട് മരിച്ചു വീഴുകയാ. കമ്മിന് സഹീഹിന് മാതാ മിന ഗൈരി ഇല്ലതി വകമ്മിൻ മരീദിൻ ആശ അദഹറന ഇലാ ദഹരി. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ആളുകൾ മരിച്ചു വീഴുന്നത്. ഏത് സമയത്താണ് മരണം വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പെട്ടെന്ന് തിരിച്ചു നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഞാൻ കുറെ കാര്യം വാരി വലിച്ചു പറയുന്നതിന് അർത്ഥമില്ല. ഇന്ന് ഈ സദസ്സിൽ നിന്ന് ആദ്യമായി കൊച്ചിയിൽ പ്രസംഗിച്ചിട്ട് ഞാൻ തിരിച്ചു പോവാൻ. ആ സമയത്ത് എന്റെ കരളിന്റെ കഷണമായ എന്റെ